ഇവിടെ ഇതാ നമ്മുടെ കട. രണ്ടുപേരും ബില്ല്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് മുടിപ്പിച്ച് കട. ഇവിടുന്ന് ഷെൽഫോൺ കൂടി പോയി. ഹലോ എടാ, ഇവിടുന്ന് ആരൊരു ഷെൽഫോൺ പോയി. ഇന്നലെ ഞാൻ നോക്കിയപ്പോ മെന്നിയെ ഇന്നലെ രാത്രി 12 മണി 1 മണി രാത്രി 1 മണി 2 മണി ആയപ്പോ മെന്നി ഇരുന്നൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. എന്റെ അമ്മോ ചിരിച്ച് ചത്തയമ്മായിര്. ഒരു സൂപ്പർ മാർക്കറ്റും കടയില് സ്റ്റോക്ക് ചെയ്യണ്, മോട്ടിക്കുന്നവനെ തല്ലിക്കൊല്ലുന്നു. എന്റെ ആളെയാ ചിരിച്ച് ചത്തയമ്മായി ഇരുന്നല്ലേ. നിങ്ങൾ അതിൽ കണ്ടില്ലെങ്കിൽ ആ സ്ട്രീം ഒന്ന് പോയി കണ്ടു നോക്കണം അവിടെ ഇന്നലത്തെ. അത് കളിക്കണം. അത് സൂപ്പർ മാർക്കറ്റ്. ഈ സൂപ്പർ മാർക്കറ്റ് എത്ര പേർക്ക് കളിക്കാനാ? സൂപ്പർ മാർക്കറ്റ് എത്ര 2-3 പേർക്ക് കളിക്കാൻ തോന്നുന്നേട്ടാ. സൂപ്പർ മാർക്കറ്റ് കളിച്ചാലോ എന്നാ? കോച്ച് വരുന്നില്ല. ഇതാണ് നമ്മുടെ കട. ഇതിന്റെ കോഡ് ഉണ്ടോ ഇതിനകത്ത്? ഇതിനകത്ത് എങ്ങനെയാ ആളെ ഇൻവൈറ്റ് ചെയ്യുന്നേ? കോപ്പി കോഡ് താഴെ കോഡ് എസ്കേപ്പ് അടിച്ചേ താഴെ കോപ്പി ജോയിൻ കോഡ് ക്ലിപ്പ് കോഡ് താഴെ. അത് ഡിസ്കോഡ് അയച്ചാ ഒരു ലോഡ് ആൾക്കാർ ഗെയിം ഇൻ പ്രൈവറ്റ് മോഡ് നോ കോഡ്. അതാണ് കോപ്പി ചെയ്തത്. കിറ്റും ചെയ്ത് ഇപ്പൊ ശരിയാക്കി മിസ്റ്റേക്ക് കാണിക്കുമ്പോ ചിരിക്കുന്നോടാ. നീ ഇപ്പൊ നീ മറ്റേ ഇത് പറയാൻ വേണ്ടി മൊബൈലിൽ കൂടെ വന്നാണോ? അല്ല, അത് പേസ്റ്റ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാറ് സെന്റ് ചെക്ക് എന്നുള്ളതാണ്. മാർട്ടിടാം. എത്ര പേർക്ക് കളിക്കാണോ? അറിഞ്ഞുവിട. ഒള്ളി ഫ്രണ്ട്സ്. ഡിഫിക്കൽറ്റി ഒരു 3. കൂട്ടടാ, നമ്മളെന്താ കൊച്ചു പിള്ളാരോ? കൂട്ടിയാണ്. കോപ്പി എസ്കേപ്പ് ആക്കിട്ട് കോപ്പി ഇട്ടിട്. എടാ നീ പഠിപ്പിക്കല്ലേ നീ എനിക്ക് അല്ല അണ്ണ അവിടെ താഴെ റിഫ്രഷ് അടിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി വരും അണ്ണന്റെ സ്റ്റോർ. ഇനിയാണ് ഇത്തെ ഇവിടെ എനിക്കറിയാം പേസ്റ്റ് ചെയ്യാനൊക്കെ. മനസ്സിലായോ ജോഗി? വാങ്ങുക MRC ഈഗിൾ. ജോഗി വന്നാ? ജോഗി ഇതാണോ ജോഗി? ഏതാ? എക്സ്ട്രാ ഫണ്ട്സ് ആർഡർ ഫോർ കോ പ്ലെയർ. നമ്മുടെ $6000 ആട്ടോ മൊത്തത്തിലുള്ളത്. ഇവിടെ ഇതാ നമ്മുടെ കട. ചെക്കൗട്ട് വേണം കേട്ടോ. ചെക്കൗട്ട് ചെയ്യുന്ന സാധനം വേണം. ചെക്കൗട്ട് റൈറ്റ് അത് മതിയോ? എവിടെ ഇതൊക്കെ വെക്കുന്ന എവിടെയാ? ഹലോ നീ വന്നാ? ഓക്കെ ലോബി ക്ലോസ് ചെയ്യുവാണേ. എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ, രണ്ടുപേരും ബില്ല്, രണ്ടുപേര് സാധനങ്ങളൊക്കെ ഇതേ ഇവിടെയും കൂടെ ഒരെണ്ണം വെക്കടാ. ഇവിടെയും കൂടെ ഒരു കൗണ്ടർ വെക്കടാ. കൗണ്ടർ വെക്കുന്ന എങ്ങനെ? ടാബ് വെക്കിട്ട് ടാബ് വെക്കുമ്പോ ഇതിൽ കാണിക്കണം. പക്ഷെ വേണ്ട, 2 പ്രൊഡക്റ്റ് മേടിക്കണം. ബൈ 2 പ്രൊഡക്ഷൻസ് ആൻഡ് ചെക്ക്ഔട്ട്. ഇല്ല, ഞാൻ ഒരെണ്ണോട് വെക്കാം. ഞാൻ വെച്ചോർണം. എവിടെ ജോക്കി വെച്ചോ? അതെങ്ങനെയാ വെക്കുന്നേ? ഇതെങ്ങനെ വെക്കുന്നേ? എന്താണോ പൈസ സൗണ്ട് പറയാൻ കേൾക്കുന്നുണ്ട്. ജോക്കി 3 കൗണ്ടറായി. ജോക്കി ഒരു കൗണ്ടർ വേണ്ട. എന്തിനാണ്? എടാ 3 കൗണ്ടർ ഇരിക്കട്ടാ, 3 വഴിയില്ലേ? ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, വേണ്ട 3 കൗണ്ടർ വേണ്ട, ഒരു കൗണ്ടർ എടുത്തുകളാ. കൗണ്ടർ മാത്രം സാധനം മേടിക്കാൻ പൈസ വേണ്ട. $4500 ഉള്ളു കയ്യില്. അല്ല ഇതെങ്ങനെ അൺസിൽ ചെയ്യുന്ന എങ്ങനെ? അത് പോയി
അതെങ്ങനെ വെച്ചത്? അത് ടാബ് എടുത്ത് ഡിലീറ്റ് മോഡ് ആ 2 മതി 2. പക്ഷെ പൈസ പോയി കേട്ടോ. അണ്ണാ ലോബി ഒന്ന് അൺലോക്ക് ചെയ്തണ്ട, ഞാൻ കേറിയില്ല. ലോബി അൺലോക്ക് ചെയ്യാനോ? ഞാൻ 2 പ്രൊഡക്റ്റ് ഷെൽഫ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് നോണാക്കിയ ഇത് തുടങ്ങുന്നതിന് മുമ്പ് മുടിപ്പിച്ച് കട. ബൈ 2 പ്രൊഡക്ഷൻസ് ആൻഡ് ചെക്കൗട്ട് ആൻഡ് 2 ഷെൽഫ് വാങ്ങിക്കണം കേട്ടോ. 2 മേടിച്ചു. അപ്പൊ നിങ്ങൾ ഭയങ്കര ഇതാണ് കേട്ടോ. ഇനി എന്തൊക്കെ? ബൈ 2 പ്രോഡക്റ്റ് ഷെൽഫ് ആൻഡ് ചെക്ക് ഔട്ട് ദ സ്റ്റോറേജ് ഷെൽഫ്. മേടിച്ചോ? സാധനം എടുത്ത് വെച്ചോ? പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണം അണ്ണൻ. ഞാൻ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം. എവിടെ ചെയ്യണ്ടേ? ബ്ലാക്ക് ബോർഡ്. എനിക്ക് എന്താ ജോക്കി? അയ്യോ പ്രോഡക്റ്റ് ഓർഡർ ഇടിച്ചെങ്ങനെയാണ്? ജോക്കി ഞാൻ ഓർഡർ ചെയ്യട്ടെ ഒരു മിനിറ്റ്. പ്രോഡക്റ്റ് ഓർഡർ. ഇതിനകത്ത് പ്രോഡക്റ്റ് ഒന്നും ഇല്ല. സൂപ്പർ മാർക്കറ്റ് ബൈ MD ബോക്സ്. ഇതെന്താ? പ്രോഡക്റ്റ് ഇല്ല ജോക്കി. വെക്കാൻ നിങ്ങൾ ടെൻഷൻ ആവല്ലേ. പ്രോഡക്റ്റ് ഓർഡർ സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റിന്റെ പേര് സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. അത് നമ്മൾ മാറ്റണം. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റ് ചേഞ്ച് നെയിം തക്കുടു സ്റ്റോഴ്സ്. നമുക്ക് ആകെ $5400 ഉള്ളു കേട്ടോ. ഇതെന്താ? ഇനി എടാ, പ്രോഡക്റ്റ് ഞാൻ ഓർഡർ. കാര്യം പറയട്ടെ, 2 ഷെൽഫ് അല്ല, നമുക്ക് കുറച്ചുകൂടെ ഷെൽഫ് വെക്കണം. വാ, മിനിമം മിനിമം. ആ എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഷെൽഫിലാണോ വെച്ച് പൈസ പോയി കടമുടിയും. അതെ കടമുടി. ന്യൂ പ്ലെയർ. ഇതാരടാ കയറി വന്നേ? അതെ ഞാൻ ഓരോരുത്തർക്ക് ഓരോരോ തേജസ്. അല്ലല്ല ഞാനല്ല. ഇവിടെ ഇതാരോ കയറി വന്നടാ. അല്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു ബ്രോ ഒന്ന് ഇറങ്ങണേ ബ്രോ. ക്ലോസ് ചെയ്തോണ്ട് എനിക്ക് കേറാൻ പറ്റുന്നില്ല. അന്നാ മുമ്പ് അതാ ഇവിടെ പ്രശ്നമായി. ഗോഗു ഇവിടെ നാട്ടുകാരൊക്കെ അടിച്ച് ഇവിടെ പ്രശ്നമായി. എടാ ഞാനേ 2-3 പേരെ ഹയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു വരും. ജോക്കി ഒന്നാതെ പണിക്കാർ കൂടുതൽ. ഇവർക്കൊക്കെ ആര് ശമ്പളം കൊടുക്കും? അല്ല അവരവിടെ ഇരുന്നോളും. വരുമായിരിക്കും. ഇപ്പം ഹയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ചേച്ചി വരിക. എടാ ഇത് പ്രോഡക്റ്റ് എവിടെയാ മേടിക്കുന്നതെന്ന് അറിയോ? ഇതാണ് പ്രോഡക്റ്റ് ഓർഡർ. എന്നിട്ട് ഇത് ഓർഡർ പ്രൊഡക്റ്റ് എടുക്കുക. ഇത് ഓപ്പൺ ആണോ കിടക്കുന്നത്? ഇത് ക്ലോസ് ആക്കാൻ പറ്റുമോ കട? പ്രോഡക്റ്റ് ആക്ച്വലി ഇവിടെ വന്ന് ബൈ ഒന്നും ഇല്ലടാ പ്രോഡക്റ്റ് ഓർഡറിനകത്ത്. അതല്ലേ ഞാൻ പറയണേ. അണ്ണാ വെയിറ്റ് ചെയ്യ്. ഇവിടെ കണ്ട ലെഫ്റ്റില് കണ്ട ഇവിടെ എവിടെ? ഇവിടെ ഒരു ബോർഡ് കണ്ട. ഇതില് നമ്മള് സാധനം എന്തൊക്കെ ഐറ്റംസിന്റെ ഇത് അൺലോക്ക് ആക്കണം. കണ്ട ഫുഡ് കണ്ട. ഇതൊക്കെ അൺലോക്ക് ആക്കുമ്പോ ഇവിടെ പ്രൊഡക്റ്റില് വരും. ഏത് നേരെ കാണുന്നതാണോ അതോ ഈ ലെഫ്റ്റ് കാണുന്നോ? ഫ്രാഞ്ചൈസ് പോയിന്റ് ഫ്രാഞ്ചൈസി പോയിന്റ് 4 അവൈലബിൾ. അൺലോക്ക് പാസ്ത പെരുണ്ണി വാട്ടർ ബോട്ടിൽ. ഓക്കെ മറ്റേ ബർഗറൊക്കെ അൺലോക്ക് ആക്കാം കേട്ടോ. മുകളിലത്തെ സാധനം അൺലോക്സ്. ഇതിപ്പോ ഇവിടെ വന്നു തോന്നുന്നു കേട്ടാ. വന്നു ബേസിക് പ്രോഡക്റ്റ്. സാധനം കിട്ടിയേ. ഞാൻ ഓർഡർ ചെയ്യാൻ പോണേ. എല്ലാവരും ഓർഡർ ചെയ്യല്ലേ? മതി അത്ര മതി ജോക്കി. നമുക്ക് ഇത് പോണ്. ഇതെല്ലാം വേണ്ട. വെള്ളം, ഹണി, അരി, ഉപ്പ്, പഞ്ചസാര. സാധനം ഓർഡർ ചെയ്തിട്ടോ. ഇപ്പൊ വരും. സാധനം വന്നേ. ഇവിടെ അവരെന്നായിട്ട് പിടിച്ചോണ്ട് വെച്ചാണ്. ഓരോന്ന് കൊണ്ട് ഇറക്കി. ഇവിടെ ഇറക്കി. ക്യാഷ് തീർന്നോ? ക്യാഷ് തീർന്നില്ല. സ്ഥലമില്ല കേട്ടോ ഇത് എല്ലാം കൂടെ വെക്കാനായിട്ട്. ബോക്സ് ഇവിടെ സ്റ്റോറേജ് ചെയ്ത ബാക്ക്. വെള്ളമല്ല ഒരു ചോദ്യം വെക്കണേ. ഇവിടെ ഷെൽഫ് എല്ലാം പണിയടാ. ഇവിടെ ഷെൽഫ് പണിയണം. ഹലോ ഇത് സീറോ. ഇത് വേസ്റ്റ് ബാസ്കറ്റ് കാണാ. ഇവിടെ വെളിയിൽ വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ട് കണ്ടാ. ഇതിനകത്ത് കൊണ്ടിട്ടാ മതി. കണ്ടാ വെളിയിൽ ഡസ്റ്റ്ബിൻ ഉണ്ട്. ഇവിടെ ഡസ്റ്റ്ബിന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെയൊക്കെ വില നിശ്ചയിക്കണ്ടേ? വിലയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പ്രൈസ് ആയിട്ടുള്ള ഇല്ല. മാർക്കറ്റ് പ്രൈസ് 2.5. നമ്മൾ കൊടുക്കുന്നത് 3.5 കിട്ടും. $1 ലാഭം വേണം ജോക്കി. അതാ പറഞ്ഞേ 3.5 എവിടുന്നോ എന്റെ ബാങ്കിൽ നിന്ന് പൈസ പോണ സൗണ്ടാണോ കേൾക്കുന്നത്? അതെ ഇതായില്ലല്ലോ.
ദിക്ക് 3.5 രൂപയ്ക്കെങ്കിലും വിൽക്കണം, അല്ലെങ്കിൽ ഇത് നടക്കൂല. ഇത് ഗൈസ് ഇത് എങ്ങനെയാ ഓക്കെ കൊടുക്കുമെന്ന് എങ്ങനെയാടാ വില സെറ്റ് ചെയ്തിട്ട്? ഓക്കെ മൈനിങ്ങളെ ഞാൻ വല്ല പറയും കേട്ടാ. എടാ ഉപ്പ് എത്ര രൂപയ്ക്ക് കൊടുക്കണം? ഉപ്പ് എത്ര രൂപ കിടക്കുന്നേ ഇപ്പം? 45 സെന്റ് ജോക്കി. 40 സെന്റ് $1 ആക്കണം. പിന്നെ അല്ല 60 സെന്റ് ഉപ്പിനൊക്കെ ആര് വാങ്ങിക്കാനാ? ഒരു മാസം ഒരു ഉപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാസം നിൽക്കത്തില്ലയോ? $1 വിൽക്കാം. പിന്നെ വേണ്ടവന്മാര് ആരും വന്ന് വാങ്ങിക്കത്തില്ല. അപ്പുറത്തെ കുറവായിരിക്കുവേ. ജോക്കി ഇപ്പൊ സ്റ്റോക്ക് നിറയുമ്പോ ജോക്കി കണ്ടോ? സ്റ്റോക്ക് നിറയുമ്പോ ഇവിടെ കടയുടെ മുമ്പില് ബഹളവും ആളും അനക്കോ നോക്കണം. അത് അത്രയ്ക്ക് നോക്കണം. റൈസിന് മാറ വില സെറ്റ് ചെയ്യട്ടെ മാറ. അരി $1 40 സെന്റ്. $2 നഷ്ടമോ? $2.5 വേണം. അരിയൊക്കെ എല്ലാവരും മേടിക്കും. കടയിൽ ആരും വരും തോന്നുന്നില്ല. ഗോക നാട്ടുകാരെ മൊത്തം അടിക്കുന്നുണ്ട് കടയിലോട്ട് വരുന്നത്. എടാ ഗോകു അടിക്കില്ലടാ അടിച്ചത് വരത്തില്ലടാ. എടാ പിന്നെന്താ താഴെ ഇരിക്കുന്നത്? എന്താ പാസ്ത? അയ്യോ പാസ്തയൊക്കെ ആൾക്കാർക്ക് ഈ പാസ്ത മേടിക്കുന്നത് എങ്ങനത്തെ ആൾക്കാരാന്ന് അറിയോ ജോക്കി? ഈ അരി ഒന്നും കുക്ക് ചെയ്യാൻ പറ്റാതെ മറ്റേ ധൃതിക്ക് എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്നവന്മാർ ഈ പാസ്തയൊക്കെ മേടിക്കുന്നത്. അവന്മാർക്ക് കുറച്ച് കൂട്ടിയിടണം. അവന്മാർക്ക് സമയം പോയാലും എത്ര ആണെങ്കിലും മേടിച്ചോളൂ. മനസ്സിലായേ? $10 $10 കിട്ടാ $2.5 വെക്കാം നമുക്ക്. അരിയും പാസ്ത ഒരേ റേറ്റാ? അല്ല അരിയുടെ റേറ്റ് അല്ലാതെ കൂടുതലാണ്. ഇതിന് മാർക്കറ്റ് പ്രൈസ് 1.35 ഉള്ളൂ. അങ്ങനെ. പിന്നെ ഷുഗർ പഞ്ചസാരക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് നമുക്ക് 1.4 മാർക്കറ്റ് പ്രൈസ്. $2 കൊടുക്കാം. $2. ഇപ്പൊ കണ്ടോണേ ജോക്കി, ഇനി നോക്കിക്കോണം കടയിലേക്കുള്ള കുത്തൊഴുക്ക് കണ്ടോണേ. കട തുറക്കണ കട തുറക്കുന്നേ. കട ക്ലോസാ. ഇത് കട എങ്ങനെ തുറക്കും? വരൂ മുട്ടൻ ഓഫർ. എല്ലാരും വിളിച്ചു കയറ്റി. ആദ്യത്തെ കസ്റ്റമർ ആണ്. നമ്മളൊരു കസ്റ്റമർ വന്നു. ചേട്ടാ നല്ല എല്ലാത്തിനും നല്ല വിലക്കുറവുള്ളതാണ്. മേടിച്ച് ഇഷ്ടമുള്ള സോഡ. ഗ്രീൻ ടീ സോഡയൊക്കെയാണ് വേണ്ടത് കേട്ടാ. ഗ്രീൻ ടീ സോഡ എന്തൊക്കെ വേണം മാഡം? ഫ്രിഡ്ജ് വാങ്ങിക്കില്ല. എടാ നമുക്ക് തണുത്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഒരു സാധനം വേണ്ടേ? അതെടുത്ത് വെക്ക്. എടാ ഈ കടയിൽ വരുന്നവർക്കൊന്നും സാധനങ്ങളില്ല വേണ്ട ജോക്കി. എന്ത് ചെയ്യാൻ പറ്റും? എടാ ഈ ഉപ്പും അരിയും ഉപ്പ് കഴിക്കണത് റേഷൻ കടയാണോ ഇത്? ജോക്കി ഇതെന്താ ഫ്രീസർ? ഞാൻ ഒരു ഫ്രീസർ വെക്കാൻ പോവാണ് ഇവിടെ. ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ട്. അത് വെച്ചോ സാധനം മേടിച്ചിട്ട് വന്നേക്കുന്ന ഇത് ആരും ഇല്ലേ ജോക്കി ബില്ലടിച്ചു കൊടുക്കും. ഒരു ഫ്രീസർ ഇതെന്താ ഇവക്ക് വേണ്ടത്? ഷുഗർ ഫ്രീ സോഡ ഇതൊക്കെ എവിടെ ഓർഡർ ചെയ്യും? ഞാൻ സെറ്റാക്കാം. എല്ലാം ഞാൻ ഇപ്പൊ സെറ്റാക്കാം. വെയിറ്റ്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നേ. നമ്മൾ കട തുടങ്ങിയതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 2.5 ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇവിടെ കിടക്കുന്നതാ. ഡബിൾ ഫ്രിഡ്ജ്. ഇത് തന്നെ വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് സ്വൈപ്പ് ചെയ്യുന്നേ? സ്ക്രീനിൽ ടൈപ്പ് ചെയ്താൽ മതി. എടാ ഈ ഫ്രിഡ്ജിനകത്ത് സോഡ തുറക്കാൻ ആരില്ലേ? എനിക്ക് ഞാൻ സോഡ സ്റ്റോക്ക് ചെയ്യാം. ഗ്രീൻ ടീ, ലെമൺ ടീ, ചൂരെടുത്ത് തൂക്കുന്നുണ്ടോ? ബ്ലാക്ക് ടീ. നീ പുള്ളിക്ക് എന്ത് വേണ്ടി? പിന്നെ ഇല്ല മൊത്തം കാർഡ് പേയ്മെന്റ് നീ. കള്ളന്മാര് കൂടുതലുള്ള സ്ഥലമാണ്. എടാ കോളയൊന്നും ഇതിനകത്ത് ഇല്ലടാ. ഫ്രൂട്ടി യോഗർട്ട്, ബട്ടർ. അതാണ് ആ മറ്റേ ഫ്രാഞ്ചൈസ് പോയിന്റ് വെച്ച് അൺലോക്ക് ആക്കണ. അതെടുത്തോ. എവിടെ മേളിൽ എവിടെ? കോള, എനർജി ഡ്രിങ്ക്. പക്ഷെ അതില്ല, ഫ്രാഞ്ചൈസി ഇല്ല നമുക്ക്. അത് കുറച്ച് സാധനം വിൽക്കണം. കിട്ടി. ഞാൻ ഓർഡർ ചെയ്യാൻ പോണേ. പ്രോഡക്റ്റ് ഓർഡർ. സോഡ ഡ്രിങ്ക്സ്. കോള, സോഡ. ഇതൊക്കെ ആരെങ്കിലും കുടിച്ചോ? മൂഞ്ചട്ട. സോഡ, കോള ബോട്ടിൽ, ഷുഗർ ഫ്രീ സോഡ, പ്രീമിയം സോഡ എല്ലാം മേടിച്ചിട്ടുണ്ട്. സാധനം വന്ന് വെളി സ്റ്റോക്ക് വന്ന്. ഫ്രിഡ്ജില്ല. വന്ന് അടുക്ക്. ഇവിടെ വന്ന് വിട്. അടുക്ക്. എന്താണ് സാർ വേണ്ടത്?
പാല് കൂടി. എടാ ബേസ് പ്രൈസിൽ കൊടുക്കേണ്ടി വരും. എല്ലാം കൂടെ ഞാൻ ഒറ്റ ഒരാൾ ചെയ്യണോന്ന് പറഞ്ഞ നിങ്ങൾ സ്ഥാനം ഒന്ന് നിറച്ചേ. ഞാൻ അകത്തോട്ട് പോയി എടുത്തോണ്ട് വരട്ടെ. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാ മനുഷ്യന്. അടിക്കുക കോള 2.5 3 രൂപയ്ക്ക് മൂഞ്ചിയാ മതി നീയൊക്കെ. അത് നമുക്കിത് എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയുന്നേ? അതൊക്കെ സോഡാപ്പൊക്കെ എവിടെ കൊണ്ടുവെക്കും? സോഡാപ്പാക്കൊക്കെ കടയിൽ കച്ചവടം ടപ്പടപ്പെന്ന് പോകുന്നുണ്ട് കേട്ടോ. പാല് ഉപ്പും പഞ്ചസാരയും. മാർക്കറ്റ് പ്രൈസ് $1. അപ്പൊ 2 പക്ഷെ ഇത് കാണുന്നില്ലല്ലോ. $1.5 സാധനം $2 വിൽക്കണം കേട്ടാ, അല്ലെങ്കിൽ കാര്യം നടക്കൂല. ബാക്കിയെല്ലാം സെറ്റ് ചെയ്തില്ലേ? ഷെൽഫ് വേണം കേട്ടോ. ഷെൽഫ് വേണേ. ഷെൽഫ് വേണോ? ഷെൽഫില്ല നിറയ്ക്കാൻ. നീ എന്ത് ഏതൊരു കട്ടോണ്ട് ഓടിയതാണ് ഇവിടെ. അല്ലല്ല എടാ ഞാൻ ഈ ഇവിടെ നിന്ന് മുരടിക്കുവാന്നേ. ജോക്കി ഞാനൊരു കാര്യം പറയട്ടെ. ഭയങ്കര കച്ചവടം കേട്ടോ. 4 പേര് ഒന്നും എടുക്കാതെ പോണം. മാഡം എന്താണ് ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഒന്ന് പറയോ? ഒരുത്തും പോയില്ലടാ ഇങ്ങോട്ട് റൈറ്റിൽ. ഇപ്പൊ കള്ളനാണെന്നൊരു സംശയം ഉണ്ട് കേട്ടോ എനിക്ക്. പുള്ളി $7 പർച്ചേസ് ചെയ്തു കേട്ടോ സാർ. എടാ നിങ്ങൾ ഈ ബോക്സ് ഹലോ കുട്ടി പേരെന്താ? ഷെൽഫ് വേണോ? ഷെൽഫ് വേണോ? വേണം. നിക്ക് ഷെൽഫ് മേടിച്ചു തരാം. എന്ത് ഷെൽഫാ വേണ്ടത്? പ്രോഡക്റ്റ് ഷെൽഫ്. കുറച്ച് വലിയ ഷെൽഫായ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാണോ ഷാണ? ഓക്കെ എന്നാ ഒരു ഷെൽഫ് ഇവിടെ വെച്ച് തരാവേ. ഗേൾസ് മൊത്തം ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ആർക്കടെ കാർഡ് പേയ്മെന്റ് മാത്രം ആക്കാവോ? ഇത് ഭയങ്കര പരിപാടിയാട്ടോ. ചില്ലറ പൈസ എണ്ണി കൊടുക്കുന്നത്. 1 2 3 4 അടുത്ത ഷെൽഫ് വെച്ചിട്ടുണ്ട്. 2 ഷെൽഫ്. 45 40. ഇതിപ്പോ എന്തോ കൊണ്ട് വെച്ച് ഇതിനകത്ത്? ഇനി വീണ്ടും ആ സാധനം എടുത്തോണ്ട് വരണം. എന്തൊക്കെ ഉത്തരവാദിത്വം എനിക്ക്. ഇത് എത്ര? 1.8. ഇതിന് വലിയ ലാഭം വേണ്ട കേട്ടോ. അല്ല കോളയ്ക്ക് ലാഭം വേണം. എല്ലാവരും കോള കൂച്ചും. $2.5 ആക്കാം. എന്താണ് മാഡം സുഖമാണോ? നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യണേ. അത് ശരിയാ. ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യണേ ആരെങ്കിലും. മാർക്കറ്റ് പ്രൈസ് $4. ഇതെന്താ ഡീകാഫ് സോഡ പാക്ക്? അപ്പൊ അത് $5 കൊടുക്കും. $1 ലാഭമാണ്. $6 ഇരിക്കട്ടെ. അങ്ങനത്തെ മേടിച്ചാൽ മതി ഇവിടുന്ന്. എടാ വൻ കച്ചവടം കേട്ടോ. ഒട്ടും ലാഭം. ആ ഹലോ കുട്ടി ബോയ് ഫ്രണ്ടെ കാണാൻ പോകണോ? എടാ വാസു മറ്റേ സ്റ്റോക്ക് 2 പിള്ളേരൊന്ന് ചോദിച്ചോ? പിന്നെ നോക്കട്ടെ സാധനം കൊണ്ടോ നോക്കട്ടെ. ഇവിടെ അത് അൺലോക്ക് ആയിട്ടില്ല ജോക്കി നമുക്ക് ഇതുവരെ. ഒരു അപ്പൊ ഐ ഹാവ് നോട്ട് ഫൗണ്ട് ദിസ് ഡിൽഡോ എന്നൊക്കെ. ഡിൽഡോ എന്ന് ഇവിടെ കിട്ടും. നോ ഫ്രാഞ്ചൈസി. ബൈ സ്റ്റോറേജ് സ്പേസ്, ഷോ സ്പേസ്, ബൈ ഡിപ്പാർട്ട്മെന്റ്. ഓ വേറെ നമ്മൾ എന്താ വെക്കാത്ത? ഈ ചില്ലറ കൊണ്ടുവരുന്നവന്മാരെ എന്ത് ചെയ്യണം? എടാ ഓർഡർ ചെയ്ത പ്രോഡക്റ്റിൽ എടുത്തു വെച്ചോ. വാ വെരി വെരി മണി ടു റിട്ടേൺ 14 10 1 2 3 4. ഇവൻ എന്താ വേണ്ടുന്നേ? ഐ ഹാവിന്റ് ഫോണ്ട് പെപ്പർമിന്റ് ലെമൺ ടീ. ചായക്കടയാ സൂപ്പർ മാർക്കറ്റ്. ഡയറി പ്രോഡക്റ്റ്. കാർഡ് തരണേ ചീസ്. ഗുരുവായൂർ ചീസാ. കിമ്മിഡ് ചീസ്, മിൽക്ക്, യോഗട്ട്, ഫ്രൂട്ട്, ബട്ടർ, ചീസ്. മോനെ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു കോടി രൂപയുടെ സാധനം വെളി വന്നേ. ഒന്ന് എടുത്തോണ്ട് വരണേ. ആരെങ്കിലും ഒന്ന് വരണേ. 1 കോടി രൂപയുടെ സാധനം ഉണ്ട്. ഒരു ചേച്ചി വന്നിട്ട് ഒരു 9 രൂപയുടെ സാധനം. റോങ് കണ്ടെയ്നർ. ഓക്കെ ഇവിടെ വെക്കാൻ പറ്റത്തില്ല. റോങ് കണ്ടെയ്നർ ടൈപ്പ് ഫോർ ദിസ് പ്രോഡക്റ്റ്. അപ്പൊ വേറെ ഇതെങ്ങനെ താഴെ വെക്കും? എടാ പൈസ കുറച്ച് കൂടി അടിച്ചത് എങ്ങനെയാ ബാക്ക് അടിക്കുന്നേ? എടാ ഇവിടെ സ്റ്റോറേജ് ബോക്സ് കൊണ്ടുവെക്കണം. ഇവിടെ സ്റ്റോറേജ് ബോക്സ് ഫയർ ബട്ടൺ നമുക്ക് ഫ്രീസർ വേണം കേട്ടോ. ഫ്രീസർ ഉണ്ടല്ലേ പറ്റുള്ളൂ. എനിക്ക് ഞാൻ ഇവിടെ ഫ്രീസർ വെക്കാം. കട ഇത്ര പന്തലിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഇത് വെക്കണ്ട. ഷെൽഫി വെക്കണ്ടേ? സ്റ്റാൻഡിംഗ് ഫ്രീസർ 2 കിലോവാട്ട്. ഇവിടെ 2 രൂപയുടെ സാധനം മേടിച്ച 50 രൂപ ഇനി ചില്ലറ പൈസ എണ്ണി കൊടുക്കണേ. ഇനി 4. സാർ താങ്ക് യു. എടാ ഇത് കാർഡ് പേയ്മെന്റ് മാത്രം ആക്കണേ സാർ. ദൈവത്തെ ഓർത്ത് കാർഡ് തരണേ. ചില്ലറ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയമില്ല. കാശ് പോയി. എടാ ഈ കിണിങ്ങുന്ന സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ കടയിലോട്ടുള്ള വരവല്ലേ, പോക്കല്ലോ. വരവാ അതറിഞ്ഞാ മതി കേട്ടോ എനിക്ക്. ഭയങ്കര വരവാണ്. 12.
ഓ 1200 രൂപ തിരിച്ചു ഞാൻ കൊടുത്തേനവന്. അണ്ണ ഇതെങ്ങനെ ഷെൽഫി വെക്കുക? എടാ ഇവിടോട്ട് വാ, ഇതോട്ട് കയറ്റി വെക്കുക. എടാ ഇവിടെ ഇവിടെ ഡ്രിങ്ക്സ് കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്യണം കേട്ടോ. ഡ്രിങ്ക്സ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഫ്രീസർ അല്ല കേട്ടോ ജോക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ, 500 രൂപയുടെ ഉള്ളു ഇനി കയ്യില്. പോയി 2 ഫ്രീസ്. ഈ ഫ്രീസർ തിരിച്ച് ഫ്രിഡ്ജാണോ വെക്കണ്ടേ? എനിക്ക് തലവേന അണ്ണ എടുക്കുന്ന കടയിൽ നല്ല കച്ചവടം, പക്ഷെ പൈസ കുറഞ്ഞു പറഞ്ഞു. എടാ കൗണ്ടർ ചെയ്ത് പൈസ എടുക്കണേ. ആരും കൗണ്ടർ ചെയ്ത് പൈസ എടുക്കലടാ, കഷ്ടപ്പെട്ട മാറാ പോകൂ. വോൾ ഷെൽഫ്, പ്ലാസ്റ്റിക് ഷെൽഫ്, വുഡൻ ഷെൽഫ്. കളയാലോ സ്ഥലമില്ല. നീ അവിടെ കയറ്റി വെക്ക്. പൊന്ന സ്ത്രീയെ കാർഡ് തരുമോ? കാർഡ് ഈ പൈസ ഇങ്ങനെ ഇത് ഞാൻ താഴെ വെക്കാൻ പറ്റില്ല എനിക്ക്. 5, 1, 6, 7, 8, എഫ് അടിച്ചു നോക്കി 35, 35, നീ അതൊന്ന് എടുത്തേ, 40. ഇതെടുത്ത് ഞാൻ വഴി ഉണ്ടാക്കാം. വെയിറ്റ് അതെടുക്ക്, അതെടുക്ക്. മുമ്പ് വെച്ചല്ലേ. എടാ ഈ സാധനം $6 ഒരു പട്ട് പോലും മേടിക്കണില്ല കേട്ടാ. അണ്ണ ഇമാർക്ക് അരിമണി ഒന്നും വേണ്ട, ഇമാർ ചീസ് മതി. ഇവിടുന്ന് ഷെൽഫോൺ കൂടി പോയി. ഹലോ ഹലോ, എടാ ഇവിടുന്ന് ആരോ ഒരു ഷെൽഫോൺ പോയി. എടാ ഇത് എന്താടാ ഇതൊക്കെ കട നോക്കുന്നത് നിങ്ങള്? നിങ്ങൾ കാണുന്നില്ല, ഇതൊക്കെ ആരും കൊണ്ടിട്ട് പോയി. ഇവിടെ ഷെൽഫ് ഉണ്ടായിരുന്നു. ഇവിടെ ഷെൽഫില്ലായിരുന്നോ? ഷെൽഫ് ആരും കൊണ്ടുപോയി. പകൽ കൊള്ളയായി അണ്ണാ. ഇതാണെങ്കിൽ മേലൊരു കാൽക്കുലേറ്റർ സിമുലേറ്റർ ആടാ ഇത്. ജോക്കി 700 രൂപ ഇല്ല വെച്ചില്ല ആണല്ലേ? ഓക്കെ, അങ്ങനെയാണെ ഓക്കെ. ഞാൻ ഓർത്ത് അതോടെ കൊണ്ടുപോയത്. ചീസ് അവിടെ കൊണ്ടുപോകുമല്ലോ. എടാ ചീസൊക്കെ വെക്കാൻ ഫ്രിഡ്ജ് വേണോടാ. ഫ്രിഡ്ജ് മേടിക്കണമെങ്കിൽ എന്തെങ്കിലും വിൽക്കണം. നമ്മള് ബിസിനസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ കേട്ടാ. അണ്ണു വല്ല നടക്കും അണ്ണു. ജോക്കി എന്തെങ്കിലും പറക്കി വിറ്റേ ചേട്ടാ, കുറച്ചുകൂടെ എന്തെങ്കിലും മേടിക്കുക. ഓഫർ ഇട്ടാലും എന്തെങ്കിലും. ജോക്കി എന്ത് ഏറ്റവും കൂടുതൽ സാധനം പോണേ എന്തോന്ന് പറഞ്ഞു? ഏറ്റവും കൂടുതൽ സാധനം കുടിക്കുന്ന സാധനം. കുടിക്കുന്ന എന്തോ പോണേ സാധനവും കോളയും ടിഷ്യൂ ആണ് ഏറ്റവും. ടിഷ്യൂ ഇല്ലല്ലോ, കോളയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. കോള നല്ല കോളക്ക് സെയിൽ വെച്ച ഞാൻ കോളക്ക് $2 വിറ്റത് $3 അടിച്ചു വെച്ചാ. വെണ്ണാമണിയാ നീ. ഒരു പടി അറിയാത്ത കുറെ സ്റ്റാഫും. സത്യം. വഴിയുണ്ടോ മറ്റേ അണ്ണ ചില്ലറ കൊടുത്ത മാറിപ്പോയി. അല്ല $14 രൂപ എടുത്ത് വേറെന്താ വിറ്റു? സ്റ്റോർ ചെയ്യണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, കുറച്ച് കോള സ്റ്റോക്ക് എടുക്കാം. കോളയും മറ്റേ ഇത് കോളയും അതിന്റെ അടിയിൽ എന്തായിരുന്നു ഇരുന്നേ? എടാ കോള എടുക്കട്ടെ, ഞാൻ കോള സ്റ്റോക്ക് ഇടുവാണെ കൊണ്ട് നടക്കണേ. സോഡ ഡ്രിങ്ക്സ്, കോള പാക്ക്. ആശ്വാസം കിട്ടിയത് ഈ മറാമ എന്ത് പാടെ ഇത് കോള ഷുഗർ ഫ്രീ സോഡ ഇല്ല, ഷുഗർ ഫ്രീ സോഡ ഇല്ല. എന്താണ് മാം, സുഖമാണോ? എടാ ഷെൽഫ് മാറിപ്പോലെ. ഇവിടെ കോളയാണേ. റോങ് കണ്ടെയ്നർ. സാധനം മാറിപ്പോയി കേട്ടാ. വീണ്ടും ഡെഡ് സ്റ്റോക്ക്. എന്താടാ നിങ്ങളൊക്കെ കാണിക്കുന്നേ? കോളയ്ക്ക് വരെ കോള പാക്ക് എന്തോ മേടിച്ച് പൊക്കാപുളയോ. ഇത് എന്തിന് ഇവിടെ ഒരു ഷെൽഫ് കൂടെ പണി കൂടെ ആരെങ്കിലും ഇവിടെ ഒന്നും നിലത്ത് വെച്ചിട്ട് ഒരു ഷെൽഫ് പണിതാടാ ഗോകു. നമ്മളെ ബില്ലടിക്കാൻ തിരക്കുന്നുണ്ട്. ആടെ കട കൂട്ടിയാലെന്നാ? എടാ കട കുറച്ചു നേരത്തേക്ക് മൂട്ടോ. ഇത് കുറച്ച് റെസ്റ്റ് എടുക്കണം കേട്ടോ. ഇത് എന്തോ ഇത് വന്ന് പാലും പഴവും അമൃതവും തേനും. എംടി ബോക്സ് ഇല്ല ഇതിൽ കിടക്കണേ. എംടി ബോക്സ് ഇതിനുള്ളിൽ വെച്ചാ സീറോ. അത് ആരല്ലോ മന്ദാര ഒന്ന് വന്നടാ, കൗണ്ടറിൽ നിന്ന് വന്നടാ. ഇതൊന്നും എടുത്തടാ ഈ സീറോ. ചേച്ചിക്ക് കൂടെ അടിച്ചു കൊടുക്കട്ടെ. എഫിലൊക്കെ മതിയടാ, എഫിലൊക്കെ താഴെടാ മണ്ടൻ. നേരത്തെ പറയണ്ടേ ചേച്ചി ആ കട ഇറക്കട്ടെ. കട കുറച്ചു നേരത്തേക്ക് അടച്ചോ കേട്ടോടാ. ഞാൻ ആരും അറിയാതെ ഒരു അപ്പൂപ്പനെ ക്രെഡിറ്റ് കാർഡിന് $2 എക്സ്ട്രാ വെച്ചു കേട്ടോ. പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ നാളെ മുട്ട കേട്ടാ നോക്കി. ക്രെഡിറ്റ് കാർഡിന് $10 മതി അടിച്ചുവിടാൻ.